നമസ്കാരം. ബ്രിട്ടനിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ അധിനിവേശം നടത്തുകയാണെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം 2,80,000 അനധികൃത കുടിയേറ്റക്കാരെ വീതം നാടുകടത്തുമെന്നും റിഫോം യുകെയുടെ മുതിർന്ന നേതാവ് സിയ യൂസഫ് പറഞ്ഞു. പാർട്ടിയുടെ ഷാഡോ ഹോം മിനിസ്റ്ററായ സിയ കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നാടുകടത്തൽ ഫലപ്രദമായി നടത്തുന്നതിനായി അമേരിക്കയിലെ വിവാദമായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ മാതൃകയിൽ ഒരു UK ഡീപ്പോർട്ടേഷൻ കമാൻഡ് രൂപീകരിക്കുന്നത് ഉൾപ്പെടെ രണ്ടാം സർക്കാരിന്റെ കാലത്ത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടതിന് സമാനമായ നിരവധി നടപടികൾ സിയ യൂസഫ് പ്രഖ്യാപിച്ചു. ഈ പ്രത്യേക യൂണിറ്റ് രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ച വിദേശികളെ കണ്ടെത്തുകയും പിടികൂടി തടവിലാക്കുകയും പിന്നീട് നാടുകടത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഓരോ വർഷവും ഇത്തരത്തിൽ 2,80,000 പേരെ വീതമാണ് പുറത്താക്കാൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ പ്രത്യേക സംഘം മിനസോട്ടയിൽ അഭിമുഖീകരിച്ചതുപോലുള്ള എതിർപ്പുകൾ ഇവിടെ അഭിമുഖീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിഫോം കൊണ്ടുവരുന്ന ഭരണ മാതൃകയെയും അമേരിക്കൻ മാതൃകയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നത് ചിലർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പറഞ്ഞ സിയ യൂസഫ്, പക്ഷേ അമേരിക്കയിലേതുപോലെ ഒരു തോക്ക് സംസ്കാരം ബ്രിട്ടനിൽ ഇല്ലെന്നും അമേരിക്കയിൽ നടത്തുന്നതിനേക്കാൾ കൂടുതലായി പൊതുസമ്മതിയോടെയുള്ള പോലീസിംഗ് ഇവിടെ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. അതേസമയം റിഫോം യുകെയുടെ ട്രംപിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള നയങ്ങൾ ബ്രിട്ടീഷ് തെരുവുകളെ അശാന്തമാക്കുമെന്നും ഇമിഗ്രേഷൻ സിസ്റ്റത്തെ തകരാറിലാക്കുമെന്നും ലിബറൽ ഡെമോക്രാറ്റിക് ഷാഡോ ഹോം സെക്രട്ടറി പറഞ്ഞു. എന്നാൽ കടുത്ത നയങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് സിയ യൂസഫ് വ്യക്തമാക്കിയത്. അനധികൃത അഭയാർത്ഥികളെ നാടുകടത്തുമ്പോൾ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം പാകിസ്ഥാൻ, സൊമാലിയ, എരിത്രിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിസ നിരോധനം ഏർപ്പെടുത്തുമെന്നും യൂസഫ് അറിയിച്ചു. മാത്രമല്ല, വിദേശ ക്രിമിനലുകളുടെ അവകാശങ്ങൾക്ക് ബ്രിട്ടീഷ് ജനതയുടെ അവകാശങ്ങൾക്ക് മേൽ പരിഗണന ലഭിക്കാതിരിക്കാൻ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും വിട്ടുപോരുമെന്നും യൂസഫ് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള യൂസഫിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ ലേബർ പാർട്ടി ചെയർമാൻ അന്ന ടൂലി പ്രതികരിച്ചു. അനധികൃത കുടിയേറ്റം ഒരുതരം അധിനിവേശം തന്നെയാണെന്ന് പറഞ്ഞ യൂസഫ് താൻ ഹോം സെക്രട്ടറി ആയാൽ അത് തടയും എന്ന് മാത്രമല്ല, അധിനിവേശക്കാരെ നാടുകടത്തുകയും ചെയ്യുമെന്നും പറയുന്നു. നാടുകടത്തലിന് മാത്രമായി പ്രതിദിനം 5 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്താൽ പകരം ഉപയോഗിക്കുന്നതിനായി റോയൽ എയർഫോഴ്സിന്റെ വോയേജർ തയ്യാറാക്കി നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടന്റെ ക്രിസ്ത്യൻ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പള്ളികൾ മോസ്കുകളോ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളോ ആക്കി മാറ്റാതിരിക്കാനായി എല്ലാ പള്ളികൾക്കും ലിസ്റ്റഡ് സ്റ്റാറ്റസ് നൽകുക എന്നതാണ് അതിലൊന്ന്. മാത്രമല്ല, ബ്രിട്ടീഷ് പൗരന്മാർക്കുള്ള അവകാശത്തെക്കാൾ കുറവ് അവകാശങ്ങൾ മാത്രമേ കുടിയേറ്റക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു റിഫോം MP ഖുർബ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച യൂസഫിനോട് ഖുർബ നിരോധിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായി പൊതു ഇടങ്ങളിൽ മുഖം മൂടുന്നതിനോട് താൻ എതിരാണെന്ന മറുപടിയായിരുന്നു നൽകിയിരുന്നത്.